കോതമംഗലത്തെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പെൺസുഹൃത്ത് കളനാശിനി നൽകിയാണ് കൊലപ്പെടുത്തിയത്. കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. നീലിമ, കോതമംഗലത്തെ അൻസിലിന്റെ മരണം അത് കൊലപാതകം എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിഷം കൊടുത്ത് പെൺസുഹൃത്ത് അൻസിലിനെ കൊന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. കളനാശിനി നൽകിയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന അൻസിലിന്റെ പെൺസുഹൃത്തിന് മറ്റൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ വഴക്കും തർക്കങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അൻസിലിനെ ഒഴിവാക്കണമെന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺസുഹൃത്ത് വിഷം വീട്ടിൽ വാങ്ങിവെച്ച് സൂക്ഷിച്ചത്. തുടർന്ന് 29-ാം തീയതി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ വിഷം നൽകുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. എന്തിലാണ്, അതായത് ഭക്ഷണത്തിലാണോ പാനീയത്തിലാണോ ഈ കളനാശിനി കലക്കി കൊടുത്തതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ചേലാട് സ്വദേശിനിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു സംശയം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. മരണം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ബന്ധുക്കളടക്കം ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ തന്നെയാണ് ഇത് കൊലപാതകം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. നേരത്തെ അൻസിലിന്റെ ബന്ധുക്കളടക്കം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇരുവരും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ പോലീസ് പറയുന്ന വിവരപ്രകാരം നാളുകളായിട്ട് അൻസിലും ഈ ചേലാട് സ്വദേശിനിയായിട്ടുള്ള പെൺസുഹൃത്തും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുണ്ടായിരുന്നു. ഈ അൻസിലിൽ വിവാഹിതനാണ്, ഒരു കുഞ്ഞുമുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന പെൺസുഹൃത്തിന് മറ്റൊരു ബന്ധം കൂടി വന്നതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ ബന്ധം വഷളാവുകയും ചോദ്യങ്ങളും വഴക്കുകളും ഒക്കെ തന്നെ ഉണ്ടായത്. 29-ാം തീയതി അൻസിൽ ഈ യുവതിയുടെ വീട്ടിലെത്തി വലിയ രീതിയിൽ ബഹളം വെച്ചു. അതിനിടയിൽ 30-ാം തീയതിയാണ് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം തനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി ഇയാൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. ആശുപത്രിയിൽ പോകും വഴി അൻസിൽ പറഞ്ഞത് തന്നെ അവൾ ചതിച്ചു എന്നുള്ളതായിരുന്നു. അതാണ് ഒരു മരണമൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഈ യുവതി ഈ പറയുന്ന അൻസിലിന്റെ ഉമ്മയെ വിളിച്ച് മകന് വിഷം നൽകി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ബന്ധു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചേലാട് സ്വദേശിനിയായിട്ടുള്ള പെൺസുഹൃത്താണ് കോതമംഗലം സ്വദേശിയായിട്ടുള്ള അൻസിലിനെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം കോതമംഗലം പോലീസ് നടത്തുകയാണ്. നീലിമ. ശരി രേഷ്മ, കോതമംഗലത്തെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്.